എളിമ ഈ ദിവസത്തേക്ക്. ബിൽ ജൂൺ 1961. പൂർണ്ണമായ എളിമ മനുഷ്യരായ നമുക്ക് അസാധ്യമാണ്. പൂർണ്ണമായ ഈ ആദർശത്തിൻ്റെ അർത്ഥത്തെയും പ്രൗഢിയെയും പറ്റി ഒരു ചെറിയ ഉൾക്കാഴ്ച മാത്രമാണ് പരമാവധി നമുക്ക് സാധിക്കുക. ആൽക്കോഹോൾസ് അനോണിമസ് പറയുന്നത് പോലെ നമ്മൾ വിശുദ്ധരല്ല എന്ന് തുടങ്ങി ആത്മീയ പൂർണ്ണതയല്ല പുരോഗതിയാണ് നാം അവകാശപ്പെടുന്നത്. ദൈവത്തിന് മാത്രമേ പൂർണ്ണതയിൽ പ്രകടനമാകാനാവുകയുള്ളൂ. ഒരാപേക്ഷിക തലത്തിൽ നാം ജീവിക്കുകയും വളരുകയും വേണം. നാം ഇന്നത്തേക്ക് എളിമ അന്വേഷിക്കുന്നു. ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രായോഗികമായ ചോദ്യം ഇതാണ്: ഇന്നത്തേക്കുള്ള എളിമ എന്നാൽ എന്താണ്? അത് ലഭ്യമായാൽ നാം അത് എങ്ങനെ മനസ്സിലാക്കും? അമിതമായ കുറ്റബോധവും പ്രതിഷേധവും നമ്മെ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ആത്മീയ അഹന്ത ഇതിലും വിനാശകരമാണെന്ന് വളരെ വൈകിയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആത്മീയ അഹന്തയ്ക്ക് നാം എത്ര വേഗം അടിമപ്പെട്ടേക്കാമെന്ന ബോധം ഞങ്ങളിലുണ്ടായപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് മന്ത്രിച്ചു: വ്യാഴാഴ്ച കൊണ്ട് നീ നന്നാകുമെന്ന് കരുതണ്ട. തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പഴയ ഉപദേശം എന്ന് തോന്നിയേക്കാം. ഒരു സൂക്ഷ്മ വീക്ഷണം ഇത് വിപരീതമെന്ന് തെളിയിക്കും. ഞങ്ങളിലില്ലാത്ത ഭാവനാ സമ്പൂർണതയെക്കുറിച്ചും അഹന്തയാകുന്ന അന്ധതയെക്കുറിച്ചുമുള്ള ഞങ്ങളുടെ മുന്നറിയിപ്പാണിത്. മദ്യശാലകളിലും വേശ്യാലയങ്ങളിലും പോകാത്തതിനാലും പണം സ്വരൂപിക്കുന്നതിനാലും ഏയിൽ വളരെയധികം കർമ്മനിരതനായതിനാലും ആകെയുള്ള ഈ പുരോഗതിയിലും ആളുകൾ ഞങ്ങളെ അനുമോദിക്കുന്നതിനാലും സ്വാഭാവികമായി ഞങ്ങൾ സ്വയം അനുമോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ വിനയമാകുന്ന പരിധിക്കുള്ളിൽ ആയിരിക്കണമെന്നില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ വളരെ മോശമായി വളരെയധികം തവണ ഞാൻ ശരിയെന്നും നീ തെറ്റെന്നും, എൻ്റെ പദ്ധതി ശരിയും നിൻ്റേത് തെറ്റ് എന്നും, ദൈവത്തിന് സ്തുതി, നിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ എൻ്റേതല്ലെന്നും, നീ മുറിവേൽപ്പിക്കുന്നതിനാൽ ഞാൻ നിൻ്റെ വഴിമുടക്കുവാൻ പോകുന്നുവെന്നും, എന്നെ ദൈവം നയിക്കുന്നതിനാൽ അവൻ എൻ്റെ കൂടെയുണ്ടെന്നും ഞാൻ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിരിക്കുന്നു. അന്തമില്ലാതെ തുടർച്ചയായി അഹന്തയാകുന്ന അന്ധതയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അതിനെ വളരെ ലാഘവത്തോടെ ന്യായീകരിക്കപ്പെടുന്നു എന്നതാണ്. വഞ്ചനയുടെ അടയാളമായ ഈ ആത്മന്യായീകരണം സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിശ്വോത്തര അന്തകനാണെന്ന് കാര്യം തിരിച്ചറിയാൻ നമ്മൾ ബഹുദൂരം പോകേണ്ടതില്ല. അത് മനുഷ്യനെതിരായും ദേശത്തിനെതിരായും തരംതിരിക്കുന്നു. അതെല്ലാ തെറ്റിനെയും അക്രമത്തെയും ശരിയെന്ന് തോന്നിപ്പിക്കുകയും ആദരണീയമാക്കുകയും ചെയ്യുന്നു. നാം അതിനെ വിധിക്കേണ്ടതില്ല. നാം നമ്മെക്കുറിച്ച് തന്നെ അന്വേഷണം നടത്തിയാൽ മതിയാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറ്റബോധവും പ്രതിഷേധ പ്രക്ഷോഭവും അഹന്തയും കുറയ്ക്കാൻ നമുക്ക് എങ്ങനെയാണ് എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ സാധിക്കുക? അത്തരമൊരു വൈകല്യം കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഒരു ചിത്രം വരച്ച് എന്നോട് തന്നെ ഒരു കഥ പറയും. എൻ്റെ ചിത്രം വിനയത്തിലേക്കുള്ള വിശാലമായ പാതയാണ്. എൻ്റെ കഥ മറ്റെന്തിനെയോ സൂചിപ്പിക്കാൻ നിലകൊള്ളുന്നതാണ്. എൻ്റെ രാജവീതിയുടെ ഒരു വശത്ത് എനിക്കൊരു വലിയ ചതുപ്പ് നിലം കാണാം. കുറ്റബോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയുമായ ആ ചളിക്കുണ്ടിൽ ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട്. ആത്മഹത്യ അവിടെ ഒളിഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് നല്ല വഴി തെളിഞ്ഞു കാണുന്നു, നല്ല തണലുള്ള വഴി, മലകൾക്കപ്പുറം വളരെ ദൂരം പോകാൻ പറ്റിയ വഴി. ഈ പ്രദേശത്തേക്ക് നയിക്കുന്ന എണ്ണമറ്റ നടപ്പുവഴികൾ സുരക്ഷിതങ്ങളാണ്. തനിക്ക് തിരിച്ചു വരേണ്ട വഴി ഇവിടെ എളുപ്പം കണ്ടുപിടിക്കാം.